ഹായ് കൂട്ടുകാരെ, വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉപ്പയും മോനും അവിടെ എന്തോ ചെയ്യുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. മോൻ നിങ്ങൾ എന്താ ചെയ്യണേ? അപ്പോൾ കൂട്ടുകാരെ, ഉപ്പയും മോനും കപ്പലണ്ടി പഠിക്കാൻ നമുക്ക് പോയി നോക്കിയാലോ. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കപ്പലണ്ടി കൃഷി. ഇത് നട്ടിട്ട് 2 മാസം ആകുന്നേ ഉള്ളൂ. വിളവെടുക്കാനായിട്ടില്ല. ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് വിളവെടുക്കാറ്. പക്ഷേ 2-3 ദിവസമായിട്ട് നല്ല മഴ പെയ്തപ്പോഴേ ഇതിൻ്റെ കപ്പലണ്ടി കിഴങ്ങായതൊക്കെ മഴയത്ത് നാശമായി പോകുന്നുണ്ട്. ഇനിയും ചിലപ്പം മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഉണ്ടായിട്ടുള്ള കപ്പലണ്ടിയൊക്കെ ചിലപ്പോൾ നാശമായി പോകും. അത് കാരണം നമ്മളിത് പറിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് മുഴുവൻ പറിച്ചെടുക്കാം. കപ്പലണ്ടി പറിക്കണ മുമ്പേ നമുക്ക് കപ്പലണ്ടി എവിടെ ഉണ്ടാവാന്ന് നമുക്ക് കാണാം. കപ്പലണ്ടിയുടെ ഈ ചെറിയ തണ്ടുകളില്ലേ, അതിൽ ഇവിടെ ഇങ്ങനെ പൂവുണ്ടാവും. ഓരോ ഇല വരുന്നില്ലേ, അവിടെയൊക്കെ ഓരോ പൂക്കളുണ്ടാവും. ആ പൂക്കളുണ്ടായാൽ അവിടെ നിന്ന് ഒരു വേര് താഴത്തേക്ക് ഇറങ്ങും. ആ വേരിലാണ് കപ്പലണ്ടി ഉണ്ടാവുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു ചെറിയ കറുത്ത ഒരു വേരുകൾ കണ്ടു. ശരിക്കും നമ്മുടെ ഈ ചെടി പറിക്കാനായിട്ടില്ല. ഇത് നിറയെ വേരുകളായി വരുന്നേ ഉള്ളൂ. പക്ഷേ മഴ കാരണം മുമ്പുണ്ടായ കപ്പലണ്ടിയൊക്കെ നാശമായി പോകുന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ പറിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക്, ആ ഒരു കറുത്ത വേര് താഴത്തേക്ക് ഇറങ്ങി അവിടെ ഒരു ചെറിയ മണി വരുന്നുണ്ടോ? ഇതാ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം. ഇതൊക്കെ ചെറിയ കപ്പലണ്ടി ഉണ്ടായി വരുന്നേ ഉള്ളൂ. അങ്ങനെ ആ വേര് താഴേക്ക് പോയി അവിടെയൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ തണ്ടിലൊക്കെ മണ്ണിട്ട് കൊടുത്താൽ അവിടെയൊക്കെ നിറയെ ഉണ്ടാവും. കുറച്ചുകൂടി മുമ്പുണ്ടായ വേര് താഴത്ത് ഇവിടെ മുമ്പിലുണ്ടാവും. അപ്പോൾ അവിടെ നോക്കിയാൽ കാണാം, നമുക്ക് കപ്പലണ്ടി ഉണ്ടായത് കാണാം. ഇവിടെയൊക്കെ നിറയെ വേര് വരുന്നുണ്ട്. ഒരുപാടുണ്ടാവും. അപ്പോൾ ആ വേരിലൊക്കെ ഇനി കപ്പലണ്ടി ഉണ്ടാവും. പക്ഷെ നമ്മൾ അത്ര ദിവസം വെയിറ്റ് ചെയ്യുന്നില്ല. ഇതിന് മുമ്പുണ്ടായിട്ടുള്ള കപ്പലണ്ടികൾ നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടെ പൊന്നൂസ് പൊട്ടിക്കുന്നുണ്ട് ഒരെണ്ണം. ശരിക്കും 1 മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് നിറയെ കപ്പലണ്ടി ഉണ്ടാവും കേട്ടോ. കാരണം ഇപ്പോൾ കാണുന്ന വേരുകളിലൊക്കെ കപ്പലണ്ടി ഉണ്ടാവും. ഇതൊക്കെ നേരത്തെ ഉണ്ടായ കപ്പലണ്ടികളാണ്. ഇതൊക്കെ നാശമായി പോവാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് പറിക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ കപ്പലണ്ടി. കപ്പലണ്ടി ഉണ്ടാക്കാൻ വളരെ എളുപ്പം. അതിന് വേറെ മരുന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കപ്പലണ്ടി ഇല്ലേ, അതൊരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ട് മുള വന്നതിന് ശേഷം നട്ടാൽ മതി. നമ്മുടെ വീട്ടിലുണ്ടായിട്ട് അത് പറിച്ച് തിന്നാൻ അതൊരു വലിയ സന്തോഷമല്ലേ. അപ്പോൾ പൊന്നൂസ് ഒരെണ്ണം പറിച്ചിട്ടുണ്ട്. ഇത് അവൾ കഴിക്കുന്നുണ്ട്. കണ്ടില്ലേ അവളുടെ മുഖത്തുള്ള സന്തോഷം. അപ്പോൾ നമ്മൾ ഇത് മുഴുവൻ പറിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പുതിയതായിട്ടുണ്ടാക്കി എന്ത് വിളവെടുക്കുമ്പോഴും ഷനുമോനും കൂടെ ഉണ്ടാവും. അവരുള്ളപ്പോഴാണ് ഞാനിതൊക്കെ വിളവെടുക്കാറുള്ളൂ. അപ്പോൾ അവർക്ക് അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമല്ലേ. അവരാദ്യമായിട്ട് കാണുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഹാപ്പി അല്ലേ. ഇത് കണ്ടില്ലേ, നേരത്തെ ഉണ്ടായ ആ പൂക്കളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വേരുകളൊക്കെ കായായിട്ടുണ്ട്. ഇങ്ങനെ ഓക്കെ ഓക്കെ 2 കൈ പൊട്ടിക്കിടങ്ങനെ കടിച്ച് പൊട്ടിച്ച് കണ്ട. മധുരം കൂടുതലാണ്. പൊട്ടിച്ചിട്ട് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ പൊട്ടിക്കണം. പൊട്ടിക്കാനും ആ മതക്ക അത്യാവശ്യം മോശമില്ലാത്ത കട ഉണ്ട് കേട്ടോ. 1 മാസം കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കിതിനേക്കാളും ഒരുപാട് കട കിട്ടിയിരുന്നു. പക്ഷേ മഴ അധികമായാൽ കപ്പലണ്ടിക്ക് നല്ലതല്ല. അപ്പോൾ അതിൻ്റെ കിഴങ്ങൊക്കെ ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ ഇത് പറിച്ചെടുക്കുന്നത്.
ഇത് കണ്ടില്ലേ, ഒരു വിത്തിൽ നിന്ന് മുളച്ച ചെടി ഇതുപോലെ ഒരുപാട് കമ്പുകളായിട്ട് പടർന്നു വരും. അതിൻ്റെ ഓരോ കമ്പിലും ഒരുപാട് വേരുകൾ ഇറങ്ങി നിറയെ കിഴങ്ങുണ്ടാവും. പക്ഷേ നമുക്ക് നേരത്തെ ആയതുകൊണ്ട് അത്ര കിഴങ്ങുണ്ടായിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാതെ അത്യാവശ്യം നമുക്ക് നമ്മുടെ ആഗ്രഹത്തിന് കഴിക്കാനുള്ള കിഴങ്ങൊക്കെ ഇതിലുണ്ട്. നമുക്കിതിൽ നിന്ന് ഒരു മണി കിട്ടിയാൽ തന്നെ അത് അമൃത് പോലെയാണ്. കാരണം നമ്മളിതിൽ രാസവളങ്ങളൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ചെടിക്ക് കീടനാശിനികളൊന്നും അടിച്ചിട്ടില്ല. പൊതുവെ കപ്പലണ്ടിയുടെ ചെടിക്ക് കീടങ്ങളൊന്നും ബാധിക്കാറില്ല. അതിന് വേറെ ചാഴികളോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രാണികളൊന്നും അതിനെ ആക്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ കീടനാശിനികൾ അധികം വേണ്ട. പക്ഷെ നന്നായി വളം ചെയ്ത് നന്നായി കിഴങ്ങുണ്ടാവും. പക്ഷെ നമ്മളതിനെ ചെയ്തിട്ടില്ല. നമ്മളതിന് ചാണകപ്പൊടിയും എല്ലുപൊടിയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെടികൾ പറിച്ചെടുക്കൽ കഴിഞ്ഞു. ഇനി നമുക്കിത് ചെടികളിൽ നിന്ന് പൊട്ടിച്ചെടുക്കണം. എന്നിട്ടൊരു 2 ദിവസം നമുക്ക് വെയിൽ കൊള്ളിക്കണം. വെയിൽ കൊള്ളിക്കാൻ നമുക്ക് കഴിക്കാം. പക്ഷേ നമുക്കതിൻ്റെ തൊണ്ടുന്ന് പൊട്ടിച്ചെടുക്കാൻ, അതിന് മണി വേർതിരിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. 2 ദിവസം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്കത് വേഗം തന്നെ അടർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഇതിൽ നിന്ന് ചെടികളിൽ നിന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക് അപ്പം തിന്നാനാ. ഇത് കണ്ടില്ലേ, 2 ദിവസം മഴ പെയ്തപ്പോൾ നമ്മുടെ വിത്തുകളൊക്കെ മുളച്ചു തുടങ്ങി. അപ്പോൾ ഇനി ഇത് നമ്മൾ പറിക്കാതെ നിർത്തിയാൽ ഇതുപോലെ മുളച്ചു പോകും. കുറേ കേട് വന്നിട്ട് പോകും. അതാണ് നമ്മളിതൊക്കെ പറിക്കാൻ കാരണം. നമ്മളെന്തായാലും പെട്ടെന്ന് പറിച്ചതുകൊണ്ട് നമുക്ക് കിട്ടിയ വിത്തുകളൊക്കെ നല്ല വിത്തുകളാണ്. നല്ല വലിപ്പമുള്ള നല്ല വിത്തുകൾ കിട്ടി. ഒരാഴ്ച കൊണ്ടും കഴിഞ്ഞു വെച്ചാൽ ഇതൊക്കെ നാശമായി പോയതിനെ. അപ്പോൾ നമ്മളെ മണികൾ പൊട്ടിച്ചെടുക്കൽ കഴിഞ്ഞു കേട്ടോ. നമുക്കൊരു പാത്രം നിറയെ കപ്പലണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി 2 ദിവസം നമുക്കൊന്ന് വെയിൽ കൊള്ളിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വറുത്തിട്ട് കഴിക്കാനാണ് രസം അല്ലേ. നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വൈകുന്നേരമൊക്കെ എടുത്ത് തന്നെ കഴിക്കാൻ രസം ഇങ്ങനെ തന്നെ വറുത്താലാണ്. അപ്പോൾ നമുക്കിതാ ഈ ഒരു പാത്രം നിറയെ രാസവളങ്ങളൊന്നും ഇടാത്ത, കീടനാശിനി അടിക്കാത്ത നല്ല കപ്പലണ്ടി കിട്ടിയിട്ടുണ്ട്. കപ്പലണ്ടി തിന്നാൻ എല്ലാവരും വൈകിട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.